എല്ലാവർക്കും നമസ്കാരം. സഹകരണ ബാങ്കുകൾ ഇന്ന് മനുഷ്യരെ കൊല്ലുന്ന ബാങ്കുകളായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ. നമ്മൾ കണ്ടു, കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച പലരുടെയും പണം പോയി ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. അതെല്ലാം കെട്ടടങ്ങി ഇപ്പോഴിതാ വീണ്ടും പത്തനംതിട്ടയിൽ സഹകരണ ബാങ്കിന് മുമ്പിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എന്തിനാണ് നിങ്ങൾ ഈ സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച് മരണം കൈവരിക്കുന്നത്? നിങ്ങളെ അവർ ഭീഷണിപ്പെടുത്തുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആ പാർട്ടിയുടെ ആളുകളാണെങ്കിൽ പോലും അവർക്ക് ഭീഷണിയും തല്ലും എല്ലാം കൊള്ളേണ്ടി വരുന്നു. നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾക്ക് പ്രോപ്പറായി നിക്ഷേപിക്കാൻ അറിയില്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള കെണിയിൽ ചെന്ന് വീഴുന്നത്. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തെഹൽക്കയുടെ മാനേജിംഗ് എഡിറ്ററായ ശ്രീ മാത്യു സാമുവേൽ ഒരു യൂട്യൂബ് വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് സഹകരണ ബാങ്കുകളുടെ കൊള്ളയെക്കുറിച്ച്. കാലത്തിനനുസരിച്ചുള്ള അപ്ഡേഷൻസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അവർക്ക് മറ്റുള്ള മോഡേണൈസ്ഡ് ബാങ്കുകളെ പോലെ പ്രവർത്തിക്കാൻ കഴിയാത്തത്. ഇനി നിങ്ങൾ ഇതുപോലുള്ള ബാങ്കുകളിൽ പണം നിക്ഷേപിക്കരുത്. 14 ലക്ഷം രൂപയോളം നിക്ഷേപിച്ച് പത്തനംതിട്ടയിൽ ആത്മഹത്യ ചെയ്ത ആ മനുഷ്യനെ നിങ്ങൾ ഓർക്കുക. അദ്ദേഹം ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് പണം ആവശ്യപ്പെട്ടത്. അതും 2 ലക്ഷം രൂപ ചോദിച്ചിട്ട് പോലും അവർക്ക് കൊടുക്കാനുണ്ടായില്ല. ഇങ്ങനെയുള്ള ക്രൂരന്മാരായ നിക്ഷേപ ബാങ്കുകളിൽ എന്തിന് നിങ്ങൾ പണം നിക്ഷേപിക്കണം? എന്തിന് നിങ്ങൾ സ്വയം മരണം വിളിച്ചു വരുത്തണം? ഇനി ഇതുപോലുള്ള ഒരു ബാങ്കിലും നിങ്ങൾ പണം നിക്ഷേപിക്കരുത്. അതുപോലെ തന്നെ ദേശസാൽകൃത ബാങ്കുകളാണെങ്കിലും നിങ്ങൾ അതിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യരുത്. നിങ്ങളുടെ പണത്തിന് വലിയ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ് SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അത് ഇപ്പോൾ കേരളത്തിൽ വളരെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നു. മലയാളികൾക്ക് ഒന്നും അധികം പരിചയമില്ലാത്ത SIP ഇപ്പോൾ ഒരുപാട് പേർ എടുക്കുന്നുണ്ട്. മറ്റു സ്റ്റേറ്റുകളിലുള്ളവർ, ഗുജറാത്തികൾ, അതുപോലെയുള്ള ബുദ്ധിയുള്ള ഒരുപാട് പ്രഗത്ഭരാണ് ഈ SIPകളൊക്കെ ആദ്യം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മലയാളികൾ കോടിക്കണക്കിന് രൂപയുടെ SIP എടുത്തു തുടങ്ങി, അതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങി. SIP നിങ്ങൾ എടുത്താൽ നിങ്ങളുടെ പണം ഒരു 5 വർഷം കൊണ്ട് അത് നേരെ ഇരട്ടിയാകുന്നു. നിങ്ങൾ പോസ്റ്റ് ഓഫീസിൽ 5 വർഷം മാസം 5000 രൂപ വീതം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് 5 വർഷം കഴിയുമ്പോൾ കിട്ടുന്നത് ഏകദേശം 53,000 60,000 രൂപയാണ്. എന്നാൽ അത് നിങ്ങൾ SIPയിലാണ് ഈ സെയിം പ്രോഗ്രാം ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത് 6 ലക്ഷവും 6.5 ലക്ഷവും ഒരുപക്ഷെ 7 ലക്ഷവുമാകുന്ന സ്റ്റോക്കുകളുണ്ട്. അതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിക്കുക. പഠിച്ചതിന് ശേഷം മാത്രം ഈ ഷെയറുകൾ എടുക്കുക. SIP എന്നാൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് വളരെ ലളിതമായി നിങ്ങളോട് പറഞ്ഞു തരാം. ഒരു പിതാവ്, അദ്ദേഹത്തിന് 5 മക്കളുണ്ട്. 5 മക്കളിൽ നിന്നും ഓരോ മക്കളിൽ നിന്നും അദ്ദേഹം ചിലപ്പോൾ അവരുടെ ആസ്തി അനുസരിച്ച് 500 രൂപ വെച്ച് മാസം വാങ്ങും. ചിലർക്ക് 1000 രൂപ കൊടുക്കാനുണ്ട്, അവർ 1000 രൂപ വെച്ച് കൊടുക്കും. ചിലർക്ക് 10,000 രൂപ വെച്ച് മാസം കൊടുക്കാനുണ്ട്, അവരങ്ങനെ കൊടുക്കും. ഈ പണമെല്ലാം ഈ പിതാവ് വാങ്ങി നല്ല നല്ല കമ്പനികൾ ഏതാണെന്ന് നോക്കും. നല്ല നല്ല കമ്പനികളിൽ ഈ പിതാവ് ഇൻവെസ്റ്റ് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് എല്ലാ മക്കൾക്കും 100 രൂപ കൊടുത്തയാൾക്ക് അതിൻ്റെ വിഹിതം, 500 രൂപ കൊടുത്തയാൾക്ക് അതിൻ്റെ വിഹിതം, 1000 രൂപ കൊടുത്തയാൾക്ക് അതിൻ്റെ വിഹിതം, അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മളുടെ ഷെയർ കൂടിക്കൊണ്ടേയിരിക്കും. ഓരോ വർഷവും ഇത് കൂടുന്നത് നമുക്ക് കാണാം.
ഓരോ ആഴ്ചയിലെയും ഗ്രോത്ത് നമുക്ക് കാണാം. അങ്ങനെ നമുക്ക് എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം. അതായത് ഇൻഡിവിജ്വൽ ഷെയർ നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലാഭനഷ്ടങ്ങൾ, അതുപോലെ തന്നെ അത് വിൽക്കാനുള്ള പ്രയാസം, ഇതൊന്നും അധികം ടെക്നിക്കലി അറിയണമെന്നില്ല. എന്നാൽ SIPയെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനി ചെയ്യുന്നത്, SIP കമ്പനി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് അവർ ഷെയറുകൾ വാങ്ങുന്നു. ഷെയറുകൾ വാങ്ങി അവർ പ്രോഫിറ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് തരുന്നു. നമ്മൾ 100 ഷെയർ വാങ്ങി ഓരോന്ന് നോക്കിയിരുന്ന് വിൽക്കുന്നതിന് പകരം നമ്മൾ അവർക്ക് പൈസ കൊടുക്കുമ്പോൾ അവർ ഷെയറുകൾ വാങ്ങി നമുക്ക് ലാഭമുണ്ടാക്കി തരുന്നു. ഇതാണ് SIP ചെയ്യുന്നത്. SIPയിലെ ഗ്രോത്ത്, അതിൽ തന്നെ ഒരു മീറ്ററുണ്ട്. ആ മീറ്ററിൽ നിങ്ങൾ നോക്കിയാൽ 5 വർഷം എത്ര രൂപ ഗ്രോത്ത് ഉണ്ടാവും എന്ന് അതിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൽ നിന്നും ലോൺ എടുക്കാം, എന്ന് വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ ഫണ്ട് സെക്യൂരിറ്റി ആയിട്ട് വയ്ക്കാം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ ചെയ്യാം. നിങ്ങൾക്ക് അർജന്റ് വന്നാൽ അതിൽ നിന്നും ലോൺ എടുത്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് SIPയെ കുറിച്ച് ഒരു പേടി വേണ്ട. കാരണം ഇന്ത്യയിലെ മാർക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. US ഡോളറിൻ്റെ വാല്യൂ കൂടി വരുന്നാലും ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറഞ്ഞ് വന്നാലും വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇന്ത്യയിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ തന്നെ കൂടുതൽ വ്യവസായങ്ങൾ ഇന്ത്യയിൽ തുടങ്ങാനായിട്ട് കോൺഫിഡൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവർക്ക് നമ്മുടെ എക്കണോമി വളർന്നുകൊണ്ടേയിരിക്കും. ചില സമയത്ത് ഷെയർ ഡൗൺ ആയി പോവും. നിഫ്റ്റി താഴുന്നതനുസരിച്ച് നമ്മുടെ ഷെയർ കുറയുകയും കൂടുകയും ചെയ്തുകൊണ്ടിരിക്കും. അതൊരു പ്രതിഭാസമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലാഭനഷ്ടങ്ങൾ ഏത് ബിസിനസ്സിലും ഉണ്ടാകും. അതുപോലെ തന്നെ നിഫ്റ്റി കുറയുമ്പോൾ നമ്മുടെ ഷെയറിലെ പ്രൈസ് കുറയും. കൂടുന്നതനുസരിച്ച് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. എന്നാൽ ഏകദേശം ഈ കണക്കുകൾ, അതിൽ തന്നെ ഒരു ഗ്രോത്ത് മീറ്റർ ഉണ്ട്. ആ ഗ്രോത്ത് മീറ്ററിൽ നമ്മൾ ഓരോ മാസം ഇടാൻ ഉദ്ദേശിക്കുന്ന പൈസ എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതി 5 വർഷം, 1 വർഷം, 2 വർഷം ഇങ്ങനെ നമ്മൾ മാറ്റി നോക്കിയാൽ നമുക്കതിൻ്റെ ഏകദേശം ഒരു ഗ്രോത്ത് ലെവൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ഫണ്ട് വലുതായിക്കൊണ്ടിരിക്കും. നമ്മളുടെ ഡെഡ് ആയിട്ടിരിക്കുന്ന, അതായത് നിങ്ങൾ കൊണ്ടുവന്ന് നിക്ഷേപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ കിടന്നോട്ടെ എന്ന് പറഞ്ഞിരിക്കുന്ന വെറുതെ ഇടുന്ന പൈസയ്ക്ക് നമുക്ക് അത് ഗ്രോത്ത് കിട്ടും. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇനി ഈ സഹകരണ ബാങ്കുകളിലോ അല്ലെങ്കിൽ ഈ ദേശസാൽകൃത ബാങ്കുകളിലോ ഒന്നും വെറുതെ കൊണ്ടുവന്ന് 1 ലക്ഷം ആയിക്കോട്ടെ, 50,000 രൂപ ആയിക്കോട്ടെ, 25,000 രൂപ ആയിക്കോട്ടെ, അത് ഇടരുത്. നിങ്ങൾ SIPയിൽ മാത്രം ഇടുക. SIPയിൽ ഇടാൻ നിങ്ങൾക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഞാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ വളരെ ചെറുതായിട്ട് പഠിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് 2 വർഷം മുമ്പ്. ഞാൻ എടുത്തിരിക്കുന്നത് IDFC ബാങ്കിലാണ് എൻ്റെ അക്കൗണ്ട്. IDFC ബാങ്കിൽ ഓൺലൈനായി അക്കൗണ്ട് തുടങ്ങി. ഞാൻ IDFC ബാങ്ക് എറണാകുളത്താണെന്നറിയാം. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. എല്ലാം ഓൺലൈനായി എടുത്തു. അതിനുശേഷമാണ് SIP എടുക്കുകയും ഇപ്പോൾ ഓരോന്നും തോന്നുന്ന നിപ്പോൺ ഫണ്ട്, നിപ്പോൺ, അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല ഷെയറുകളുണ്ട്. അത് മനസ്സിലാക്കി നമ്മൾ എടുക്കണം. അതിന് നല്ലതുപോലെ കുറച്ച് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. അപ്ഡേഷൻസ് നമ്മൾ തന്നുകൊണ്ടിരിക്കാം. എങ്ങനെയാണ് ഓരോ ഷെയറുകൾ എടുക്കുന്നത് എന്ന് നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചു തരാം. അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾ വെറുതെ പൈസ ഒരു സ്ഥലത്തും നിക്ഷേപിച്ച് നിങ്ങൾ കാലനെ വിളിച്ചു വരുത്തരുത്. അതുകൊണ്ട് ഇതുപോലുള്ള ബാങ്കുകളിൽ നിന്നും, ഈ സഹകരണ ബാങ്കുകളിൽ നിന്നും ഒക്കെ പണം പിൻവലിച്ച് നിങ്ങൾ ഇതുപോലുള്ള SIPകൾ തുടങ്ങി നിങ്ങളുടെ ഫണ്ട് ഒരു 5 വർഷം ഇടുമ്പോൾ ഏകദേശം 50%ഓളം അതിൻ്റെ ഡബിൾ ആയി കിട്ടും നിങ്ങൾക്ക്.
ഇത് അതിന്റെ ഗ്രാഫ് തന്നെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഗ്രോത്ത് ഫണ്ടുകളുടെ വളർച്ച. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഫണ്ടുകൾ എടുക്കാനും ഒരുവിധം നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആവും. അതുപോലെ തന്നെ ഇതിന് ഒന്നെങ്കിൽ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് തുടങ്ങി നിങ്ങൾക്ക് ഓൺലൈനായി തുടങ്ങുന്ന ബാങ്കിലോ, എല്ലാ ബാങ്കിലും ഉണ്ട്. ഫെഡറൽ ബാങ്കിലും അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക്, IDFC ബാങ്ക്, HDFC, ICICI ബാങ്ക്, എല്ലാ ബാങ്കിലെ ആപ്പിൽ നിങ്ങൾക്ക് ഇത് കിട്ടും. ഈ SIP വാങ്ങാൻ കഴിയും. നിങ്ങൾക്ക് സൂട്ടബിൾ ആയുള്ള ബാങ്കിന്റെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഈ SIP സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെറോദ ആപ്പ് ഉണ്ട്. സെറോദ ആപ്പിൽ പോയാൽ നിങ്ങൾക്ക് ഈ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത ഒരു സിസ്റ്റത്തിലേക്ക് ഇത് കൊണ്ടുവരും. നിങ്ങളുടെ KYC കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ SIP എടുക്കുമ്പോൾ അത് റിജക്റ്റ് ആവും. ഇതെല്ലാം പഠിക്കാവുന്നതുള്ളൂ. വളരെ സിമ്പിളായി പഠിക്കാവുന്ന കാര്യങ്ങൾ മാത്രമുള്ളൂ. ഏതൊരാൾക്കും ഇത് ചെയ്താൽ നിങ്ങൾക്ക് വലിയ നേട്ടമുണ്ടാവും. അതായത് 50ഉം 60ഉം വയസ്സ്, ഒരു 30 വയസ്സുള്ള ഒരാൾ തുടങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ 50ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തത്ര തുകയുണ്ടാവും. ഒരു 5000 രൂപ വെച്ച് മാസം ഇട്ടാൽ മതി. അപ്പോൾ പ്രായമായവര് അതിനനുസരിച്ച് കൂടുതൽ ഇടുക. അല്ലാത്തവര് കുട്ടികളായിട്ടുള്ളവര് ആദ്യമേ നിക്ഷേപം ചെയ്ത് പഠിക്കുക. ചെറിയ പൈസ, ഉള്ള പൈസ നിങ്ങൾ ഇട്ടു പോവാം. ഇനി നിങ്ങൾക്ക് മാസം സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. 5000 രൂപ വെച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് കട്ടാവുന്ന രീതിയിൽ. ഇനി നിങ്ങൾക്ക് വൺ ടൈമിൽ വാങ്ങാം. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ സർപ്ലസ് ആയിട്ട് കുറച്ച് പണം വന്നു, 1 ലക്ഷം രൂപ വന്നു. നിങ്ങൾക്ക് ആ 1 ലക്ഷം രൂപയ്ക്കും SIP വൺ ടൈമിലെ വാങ്ങാം. അതും ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെന്റ് ആയി നിങ്ങൾക്ക് അടച്ചുകൊണ്ടിരിക്കാം. എല്ലാ ഓപ്ഷൻസും ഈ SIPയിലുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ 1 രൂപ പോലും ഇനി ഒരു ബാങ്കിലും വെറുതെ ഇടരുത്. നിങ്ങളൊരു ബാങ്കിൽ 1 ലക്ഷം രൂപ ഇട്ടാൽ നിങ്ങൾക്ക് കിട്ടുന്ന പലിശ ഒരു വർഷത്തിൽ 7000 രൂപയായിരിക്കും. അത് പോസ്റ്റ് ഓഫീസിലും അതുപോലെ തന്നെയാണ്. എന്നാൽ ഈ 7000 രൂപയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് SIPയിൽ നിക്ഷേപിക്കുമ്പോൾ നല്ല ഗ്രോത്ത് ഉള്ള ടൈമാണ്, നിഫ്റ്റി കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ അത് 14000 രൂപ വരെ ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിലും കൂടുതലും വരുന്ന സാഹചര്യങ്ങളുണ്ട് നല്ല ഫണ്ടുകളാണെങ്കിൽ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ഇനിയെങ്കിലും നിങ്ങൾ പഠിക്കുക. സഹാക്കളുടെ കൈകളിൽ പെടാതെ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാതെ നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ നിങ്ങൾ തയ്യാറാക്കി ഇതിനെക്കുറിച്ച് നല്ലതുപോലെ പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ബാങ്കുകളൊന്നും നേരെയാവുന്നതല്ല. കാരണം ഇവർക്കൊരു സിസ്റ്റമില്ല. ഇവർ സിസ്റ്റം ഉണ്ടായാൽ പോലും രാഷ്ട്രീയ പവർ ഉപയോഗിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തും. വളരെ പ്രോപ്പറായി സേഫായി നിങ്ങൾ നിക്ഷേപിച്ചാൽ വലിയ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. ഇത് മനസ്സിലാക്കി മാത്രം നിക്ഷേപങ്ങൾ തുടങ്ങുക. SIP എന്നത് ഒരു തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നും അല്ല. അതിൽ മാർക്കറ്റിലെ പ്രൈസ് കുറയുന്നതനുസരിച്ച് പ്രൈസ് ചിലപ്പോൾ കുറയും, കൂടിക്കൊണ്ടിരിക്കും. എന്നാലും ഏത് SIP എടുത്താലും അതിൻ്റെ ഗ്രോത്ത് ഗ്രാഫ് നോക്കിയാൽ അത് മുകളിലേക്കായിരിക്കും, താഴേക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ചിലപ്പോൾ ചില സമയത്ത് താഴാൻ സാധ്യതയുണ്ട്, പക്ഷെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും അത് തിരിച്ച് കയറിപ്പോകും. അപ്പോൾ ഇത് മനസ്സിലാക്കി ഇനിയെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിൽ നിങ്ങൾ നിക്ഷേപിക്കാൻ ശ്രമിക്കുക. പാർട്ടി സ്നേഹമൊക്കെ ഉണ്ടാകും. പാർട്ടിക്കാർ പറയുമ്പോഴും ഒക്കെ വലിയ സ്നേഹത്തോടു കൂടി പറയും. പക്ഷേ പോകുന്നത് നിങ്ങളുടെ പണവും നിങ്ങളുടെ ജീവനും ആണ്. നിങ്ങൾക്കൊരിക്കലും ഈ പണം ഉപകരിക്കാത്ത വിധത്തിൽ ആയി പോകും. അതുകൊണ്ട് ഇനിയും നിങ്ങൾ റിസ്ക് എടുക്കരുത്. അപ്പോൾ SIPയെ കുറിച്ചിട്ട് ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് തരാം. എൻ്റെ അക്കൗണ്ട് IDFC ബാങ്കിലാണ്. IDFC ബാങ്ക് എറണാകുളത്താണ്. ആക്ച്വലി ഞാൻ ഇതുവരെ ഈ ബാങ്കിൽ പോയിട്ടില്ല. ഈ ബാങ്ക് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഓൺലൈനായിട്ടാണ് അക്കൗണ്ട് എടുത്തത്. ഓൺലൈനായി അക്കൗണ്ട് എടുത്ത് ഓൺലൈനായിട്ട് SIP ഓപ്പൺ ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ബാങ്ക് അക്കൗണ്ട് വഴി നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അതിനായിട്ടൊരു ആപ്പുണ്ട്. ആ ആപ്പിൽ നമുക്ക്
ഡൗൺലോഡ് ചെയ്ത് ആപ്പ് വഴി നമുക്കത് ചെയ്യാൻ പറ്റും. ഇതാ ഈ ആപ്പാണത്. ഈ ആപ്പ് വഴി നമുക്ക് സെറോദ ആപ്പ് വഴി നമുക്ക് നിക്ഷേപം നടത്താം. വളരെ സേഫാണ്. അപ്പോൾ ഏതായാലും എൻ്റെ ഈ സെറോദ അക്കൗണ്ടിലല്ല ഞാനത് ചെയ്യാൻ പോകുന്നുള്ളൂ. അതിലും ചെയ്യാം നമുക്ക്. പക്ഷേ നമ്മുടെ എവിടെയെല്ലാം പൈസ ഇട്ടിട്ടുണ്ടെങ്കിലും അതെല്ലാം ഒരുമിച്ച് നമ്മുടെ ഒരു സിസ്റ്റത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് പോകാം. IDFC ബാങ്കിലേക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാം. IDFC ബാങ്കിന് എൻ്റെ മുഖം കാണിച്ചു കൊടുക്കണം, എന്നാലേ ഓപ്പൺ ആകൂ. ഓക്കെ, എൻ്റെ അക്കൗണ്ട് ഓപ്പണായി. നമുക്കിവിടെ കാണാം എത്ര രൂപ നമ്മുടെ അക്കൗണ്ടിലുണ്ട്. ഇതെല്ലാം ഇവിടെ നോക്കാം ഓൺലൈനായിട്ട്. ഇത് നല്ലൊരു സിസ്റ്റമാണ്. എല്ലാ ബാങ്കുകൾക്കും ഉണ്ട്. ഈ ബാങ്കിൽ തന്നെ എടുക്കണമെന്നില്ല. ഞാൻ ഇതിൽ ചെയ്തതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ വെൽത്ത് മാനേജ്മെൻറ്റ് ഇരിക്കുന്നത്. അതിൽ നമ്മളുടെ നിക്ഷേപങ്ങൾ കാണാനായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ താഴേക്ക് പോയാൽ നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിവിടെ നോക്കിയാൽ ഇതാ മോത്തിലാൽ ഓസ്വാൾ അങ്ങനെ ഒരുപാട് SIPയുടെ ഉണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് നിപ്പോണാണ്. നിപ്പോൺ ഇന്ത്യയുടെ സ്മോൾ ലാർജ് ഇതെല്ലാം ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം, നമ്മളുടെ ഫണ്ട് എങ്ങനെയെല്ലാം ഗ്രോത്ത് ആവുന്നു എന്ന് നമുക്ക് ഇവിടെ തന്നെ അടിച്ചു നോക്കാനൊരു ഇതുണ്ട്. ഇപ്പോൾ ഒരു 5 ഇയർ 1 ഇയർ കൊടുക്കാം നമുക്ക് വേണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് 5 ഇയർ കൊടുക്കാം. നമ്മുടെ പ്ലാൻ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു റിട്ടേൺ കാൽക്കുലേറ്റർ ഉണ്ട് ഇവിടെ. റിട്ടേൺ കാൽക്കുലേറ്റർ. ഈ റിട്ടേൺ കാൽക്കുലേറ്ററിൽ നമുക്ക് ഇവിടെ ഫണ്ട് ഇവിടെ എത്ര രൂപയാണെന്ന് വെച്ചാൽ നമുക്ക് അടിച്ചു കൊടുക്കാം. നമ്മൾ ഒരു മാസം ഇടാൻ ഉദ്ദേശിക്കുന്ന പൈസ. ഇപ്പം ഞാനിത് സെറ്റ് ചെയ്തു നോക്കി. SIP അവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് SIPയുടെ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അത് മന്ത്ലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ മന്ത്ലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കും. 5 വർഷത്തേക്ക് നമ്മൾ അടയ്ക്കുന്നത് എത്ര രൂപയാണെന്ന് നോക്കൂ. 1,20,000 രൂപയാണ് നമ്മൾ അടയ്ക്കുന്നത്. നമുക്ക് കിട്ടുന്നത് 2,97,203 രൂപയാണ് നമുക്ക് റിട്ടേൺ കിട്ടുന്നത്. അതിവിടെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഇത് ഏകദേശം ഈ കണക്ക് വളരെ കറക്റ്റായിരിക്കും. ഇനി ഈ കമ്പനികൾ എവിടെയൊക്കെയാണ് നിക്ഷേപം നടത്തുന്നത്? ഒരാൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയല്ല ഈ കമ്പനികൾ പൈസ. ഈ കമ്പനികൾ പല സ്ഥലത്താണ് ഇവരത് നിക്ഷേപിക്കുന്നത്. കെമിക്കൽസ്, ഫിനാൻസ്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഹെൽത്ത് കെയർ, IT അങ്ങനെ പല സ്ഥലങ്ങളിലും അവർ നിക്ഷേപം നടത്തി അവിടെ നിന്ന് കിട്ടുന്ന ലാഭമാണ് നമുക്ക് തരുന്നത്. ഈ ഫണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യുന്നതും ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. പിന്നെ മറ്റൊന്ന്, ഞാൻ ശരിക്കും ഇതിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഒരു ചെറുതായിട്ടൊരു ട്രയൽ നോക്കിയതാണ്. പിന്നീടാണ് എനിക്കത് നല്ലതുപോലെ തോന്നിയത്. നല്ലൊരു നിക്ഷേപമാണെന്ന് തോന്നുകയും ഞാനങ്ങനെ കൂടുതൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിക്ഷേപം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ കാണിച്ച ഫണ്ടിൻ്റെ ഗ്രോത്താണ് ഈ കാണുന്നത്. ഈ ഗ്രോത്ത് ഒരിക്കലും താഴേട്ട് പോയിട്ടില്ല, എപ്പോഴും മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫണ്ട്, അതായത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ മാർക്കറ്റ് കുറേ ഡൗൺ ആണ്. അതുകൊണ്ടാണ് ഏറ്റവും മുകളിൽ താഴ്ന്ന് കാണുന്നത്. കുറച്ച് പോയിന്റ് ഇടിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ആനുവലൈസ്ഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഇതെല്ലാം ഇതിൽ ഇപ്പോൾ പെർഫോം ചെയ്യുന്നത് അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഫണ്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെക്ക് ചെയ്യുന്ന അതേ സിസ്റ്റം അവർ ഓരോ സ്ഥലത്തും കൊടുത്തിരിക്കുന്ന പൈസ എവിടെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്, ഏതെല്ലാം കമ്പനികളിലാണ് കൊടുത്തിരിക്കുന്നത്. ഫിനാൻസ് കമ്പനിക്ക്, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കൊടുത്തിരിക്കുന്നത്, ഹെൽത്ത് കെയറിൽ, IT-യിൽ, അങ്ങനെയാണ് ഇവരിതെല്ലാം നിക്ഷേപങ്ങൾ നടത്തുന്നത്. ഇതിൽ കുറച്ചൊന്നും കമ്പനിയല്ല കേട്ടോ, വളരെ കൂടുതൽ കമ്പനികളുണ്ട്. നോക്കണം, 5% കൊടുത്തിരിക്കുന്നത്
റീറ്റെയിലിൽ 4.4%, പവർ സെക്ടറിൽ 3.8%, ക്യാപിറ്റൽ ഗുഡ്സ് 3.64%. അതുപോലെ തന്നെ ഈ മോത്തിലാൽ ഒസ്വാൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അവരുടെയും നല്ല ഗ്രോത്ത് ഉള്ളതാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിൽ നോക്കാം. ആദ്യം ഈ റിട്ടേൺ കാൽക്കുലേറ്റർ അടിച്ചാൽ മതി. ഇത് വൺ ടൈം, ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം, വൺ ടൈം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ് 5000 രൂപ. അപ്പോൾ അത് നിങ്ങളുടെ എത്ര രൂപ ഗ്രോത്ത് ആവും നോക്കിയാൽ, നിങ്ങൾ 5000 രൂപ നിക്ഷേപിച്ചാൽ 5 വർഷം കഴിയുമ്പോൾ അത് 20,846 രൂപയാവും. ഇനി നമുക്കത് 5 വർഷം നിങ്ങൾ മാസം 5000 രൂപ വെച്ച് അടച്ചാൽ എത്ര രൂപ കിട്ടുമെന്നൊന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഇത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ SIP മന്ത്ലി 5000 രൂപ വെച്ചാണ് നമ്മൾ അടയ്ക്കാൻ പോകുന്നത്. SIP മന്ത്ലിയാണ് ഇത്. 5000 രൂപ നമ്മൾ സെറ്റ് ചെയ്തു. 5 വർഷത്തേക്ക് നമ്മൾ അടയ്ക്കുന്നത് എത്ര രൂപയാണെന്ന് നോക്ക്. നമ്മൾ അടയ്ക്കുന്ന തുക അത് ഇവിടെ താഴെ കാണിച്ചിട്ടുണ്ട്, 3 ലക്ഷം രൂപ. നമുക്ക് കിട്ടുന്നത് ഒന്ന് നോക്കൂ. റിട്ടേൺ 8,10,872 രൂപയാണ് നമുക്ക് 5 വർഷം കഴിയുമ്പോൾ കിട്ടുന്നത്. ഇനി ഇതിൻ്റെ എവിടെയെല്ലാം ഇവർ നിക്ഷേപിച്ചിരിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അവർ IT-യിൽ 22% നിക്ഷേപിച്ചിട്ടുണ്ട്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ 16.16% നിക്ഷേപിച്ചിട്ടുണ്ട്. റീറ്റെയിൽ 14.66 നിക്ഷേപിച്ചിട്ടുണ്ട്. ഇലക്ട്രിക്കൽ, അതർ, ഡയമണ്ടിലൊക്കെയാണ് അവർ നിക്ഷേപിച്ചിരിക്കുന്നത്. ഡയമണ്ട് ആൻഡ് ജ്വല്ലറി 9.65. അങ്ങനെ നിരവധി സ്ഥലത്താണ് അവർ നിക്ഷേപിക്കുന്നത്. നമ്മളുടെ പണം അങ്ങനെയാണ് മൾട്ടിപ്പിൾ ആവുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ലൈഫിന് വേണ്ടി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇനിയെങ്കിലും പ്രോപ്പറായി വിനിയോഗിക്കുക. നമസ്കാരം. ഇത് വർഗീസ് പെരുമ്പാവൂർ.